Welcome to Thasni's kitchen. ഹായ് ഒരുവാണ് അസ്സലാമലൈക്കും. ഇത് നമുക്ക് നോമ്പുതുറ സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കും, അതുപോലെ തന്നെ ദാഹവും വിശപ്പൊക്കെ മാറി കിട്ടുന്ന ഒരു ഡെസേർട്ടാണ് ഇത്. നമ്മൾ 2 വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഇത്തവണ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സും ബദാമും ചേർത്ത് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി ചൊവ്വരി എന്ന് പറയുന്നത് സാഗോ സീഡ്സ് ആണ് കേട്ടോ. സാവുനരി എന്നൊക്കെ പല നാട്ടിലും പല രീതിയിൽ പറയാറുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 പിടിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു സേമിയ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ കൂടുതൽ പാലുണ്ട്. 1 ലിറ്ററും പിന്നെ ഒരു കപ്പും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. അതിൽ കൂടുതലൊന്നും വേണ്ട ഈ ഒരു അളവിലേക്ക്, കാരണം ഒരുപാട് തിക്കാവാൻ പറ്റില്ല ഇത്. അപ്പോൾ അതാ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പാലൊഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു സാഗോ സീഡ്സും അതുപോലെ തന്നെ ആ ഒരു വേർമിസെല്ലിയും കൂടെ നല്ലതായിട്ട് കുക്കായി കിട്ടണം. ഞാനിവിടെ ചെറിയ ടൈപ്പ് വേർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് കാണാൻ നല്ല ഭംഗി, അതുപോലെ കഴിക്കാനും നമുക്കൊരു നല്ല ടേസ്റ്റ് തോന്നുന്നത് അതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് തിളച്ച പാലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച ഉടനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ഈ ഒരു പരുവത്തിൽ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് കിട്ടിയ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് മുന്തിരി, അതുപോലെ തന്നെ ആപ്പിൾ, പ്ലംസ്, അല്പം വാട്ടർ മെലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപഴം കട്ട് ചെയ്തത്, പിന്നെ അല്പം ഡേറ്റ്സ് കട്ട് ചെയ്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ പൊമഗ്രനേറ്റ്, പിന്നെ അല്പം നിലക്കടല കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും ഫ്രൂട്ട്സ് വേണമെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ആപ്പിളോ അല്ലെങ്കിൽ അല്പം പൊമഗ്രനേറ്റ് അല്ലെങ്കിൽ അല്പം മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ അല്പം നട്ട്സും ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും അല്പം നട്ട്സും ഒരു ഫ്രൂട്ടും അല്പം നട്ട്സും ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലതായിട്ട് ചൂടാറി ഏകദേശം ഒന്ന് തണുത്ത, അതായത് നല്ലതായിട്ട് തണുത്ത, ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കസ്റ്റാർഡാണത്. അപ്പോൾ സേമിയ കസ്റ്റാർഡ് ഞാൻ അല്പം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്തിനുള്ളതാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ള പ്ലംസും അതുപോലെ തന്നെ അല്പം മുന്തിരി, അല്പം ആപ്പിൾ, പിന്നെ മുന്തിരി തന്നെ വേറൊരു ടൈപ്പാണ്, അതും പഴം, നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, പിന്നെ ഡേറ്റ്സ്. പിന്നെ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണത്. പിന്നെ പൊമഗ്രനേറ്റ് അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല. ഇനി ഇത്രയും ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും 1-2 ഫ്രൂട്ടോ പിന്നെ അല്പം നട്ട്സും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം തണ്ണിമത്തനൊക്കെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അല്പം സബ്ജ സീഡ്സ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ കസ്കസ്. അപ്പോൾ ഇവിടെ സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. ഇനി അതൊന്ന് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഞാൻ അല്പം തണ്ണിമത്തൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ തണുത്തിട്ടുള്ള സേമിയ കസ്റ്റാർഡ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് മുകളിൽ അല്പം ആപ്പിളും പൊമഗ്രനേറ്റും ഒക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഡെക്കറേഷൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഫോട്ടോ എടുക്കാനും കൂടി ഉള്ളതല്ല, അപ്പോൾ ഒരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അല്പം തണ്ണിമത്തനും കൂടെ ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ വീണ്ടും കസ്റ്റാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിന് മുകളിൽ അല്പം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീമാണ്, അപ്പോൾ അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കേക്കിനൊക്കെ വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതിലിങ്ങനെ മിക്സ് ആക്കിയിട്ട്.
അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള സെമി കസ്റ്റാർഡിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സെമി കസ്റ്റാർഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് റമദാനിന് മാത്രമല്ല, മറ്റ് പാർട്ടികളിലായിരുന്നാലും പെരുന്നാളിനായിരുന്നാലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നെക്സ്റ്റ് ഇഫ്താർ റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.